ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. അപ്പം ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സമാധാനവും സന്തോഷമൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വാക്കുകളിൽ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ നമ്മൾ ജീവിക്കുക. നമ്മുടെ ബന്ധപ്പെട്ടവരോടും നമ്മുടെ മാതാപിതാക്കളോടും അയലത്തുകാരോടും ഒക്കെ നമ്മൾ സ്നേഹത്തോടെ സഹവർത്തത്തോടെയൊക്കെ നമ്മൾ കഴിയാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് നല്ല ബേക്കറി ഐറ്റങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പം നേരത്തെയൊക്കെ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കൊച്ചു കൊച്ചു ഐറ്റങ്ങളൊക്കെ, ബേക്കറി ഐറ്റങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ വൈനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു സുഖമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാലും, ഇപ്പം നമ്മളിപ്പം ബേക്കറി ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു പ്ലാൻ ഇടണം. അപ്പം എന്തൊക്കെ ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം അത് തലേന്നേ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ചിട്ട് ആ സാധനം ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ ഓടാതെ എല്ലാം നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് വാങ്ങി വെച്ചിട്ട് വേണം നമ്മളിത് തുടങ്ങാനായിട്ട്. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. 2 ടൈപ്പിലെ കേക്ക് എനിക്ക് ഉണ്ടാക്കണം. അത് 2 ഒന്നും മാത്രം ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. ഒരു 5-6 ഉണ്ടാക്കിയെങ്കിലേ ക്രിസ്മസ് എല്ലാവർക്കുമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് ഐറ്റങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാം വഴിയേ കാണാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേക്കാണ്. കേക്കിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കലക്കി എടുക്കണം. കേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഏകദേശം എല്ലാവർക്കുമൊക്കെ അറിയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫുള്ള് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചരുവ് എടുത്തിട്ട് നമുക്ക് അതെല്ലാം അതിലാക്കിയിട്ട് ഈ പഞ്ചസാര ഇതുണ്ടല്ലോ, ഇതടിച്ചത് നമ്മുടെ ചരുവത്തിനകത്തോട്ട് ആക്കിയിട്ട് ഈ പൊടിയും അതിനകത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. കേക്കിനുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പം അതിനകത്ത് വയ്ക്കാനുള്ള ടിന്നും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് പാത്രം അങ്ങോട്ട് കമത്തി വയ്ക്കുക. എന്നിട്ട് ഒരു വട്ടം വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ നടുക്ക് അങ്ങോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വയ്ക്കണം. ഇനി നമ്മുടെ ഓവൻ നമുക്ക് ചൂടാക്കിയിടണം ഈ സമയം കൊണ്ട് കേട്ടോ. ഓവൻ നമുക്ക് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഓവൻ കേട്ടോ, കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ഓവനൊക്കെ കേടായി ഷെഡിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നല്ല അടിപൊളിയാണ്. നമ്മുടെ ഒരു പഴയ തവ എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് മണലെടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് എടുത്താലും മതി. അപ്പം മണൽ നല്ലതാണ് കേട്ടോ, ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരും. അപ്പം അത് നന്നായിട്ട് ചൂടാക്കി അതിന്മേൽ ഇട്ടേക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് ഈ പാത്രം കേക്കിൻ്റെ ടിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് നമ്മുടെ കടലമാവ് വാങ്ങിച്ചു, അത് ഇടാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പൊട്ടുകടല ഇടാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നന്നായിട്ട് കുഴച്ചിട്ട് ഇനി നമുക്ക് മിക്സ്ചറും കൂടെ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കേക്ക് അടപ്പിലായത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമേ. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 45-50 മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഈ അടപ്പ് തന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരടപ്പെടുത്ത് ഇങ്ങനെ വെച്ചോണ്ട് നമുക്ക് കാണാം വെന്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം എൻ്റെ ഓവൻ കേടായിരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കുക്കറിനകത്ത് വയ്ക്കും. അതേപോലെ തന്നെ ഇങ്ങനെ മണൽ ചൂടാക്കിയിട്ട് അങ്ങനെയും വയ്ക്കാറുണ്ട്. അപ്പം നമുക്കൊരു പുട്ട് കുത്തി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാമേ വെന്തോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പിടിക്കുന്നതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, സൂപ്പർ കേക്കായിട്ടുണ്ട്. അപ്പം കേക്ക് ഈസിയായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ സമയം പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ക്രിസ്മസിന് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വൈറ്റ് കേക്ക് റെഡിയായി കിട്ടി. ഇനി അടുത്തൊരു കേക്ക് കൂടെ ഉണ്ടാക്കുകയാണ്, ബ്രൗൺ കളർ കേക്ക്. അതിന് പഞ്ചസാര കരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കിനി ഉണ്ടാക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ആർക്കും ഒരുപാട് ഡാർക്ക് കളറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് ക്യാരമൽ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇനി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിനും 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനകത്ത് ഒന്ന് നമ്മുടെ പുട്ടുകുത്തിയോ അല്ലെങ്കിൽ ഒരു ഈർക്കലോ വെച്ചിട്ട് വെന്തോ നോക്കുക. എന്നിട്ട് വെന്തതിന് ശേഷം വാങ്ങുക. ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ പരിപാടി. അപ്പം നമ്മൾ രണ്ടാമത്തെ കേക്കും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തവയിൽ നിന്നങ്ങ് താഴെ വയ്ക്കാം കേട്ടോ. അതങ്ങ് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അതിനകത്തിരുന്നങ്ങ് ചൂട് കൂടിയിട്ട് വല്ലാതായിപ്പോവും, ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഇനിയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല, സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ കടലമാവ് നന്നായിട്ട് കുഴച്ച് വെച്ചു. കടലമാവിനകത്ത് ഒരു 1/2 കിലോയ്ക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അല്പം മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് മിക്സറുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ മിക്സറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രിപ്പ് ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാവ് ഒഴിച്ചപ്പം തന്നെ ഇച്ചി അങ്ങോട്ട് ഒഴിച്ചപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ എൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ആ എണ്ണയിലോട്ട് കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. അപ്പം മിക്സർ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിനെല്ലാം കൂടെ ഇട്ട് പൊടിച്ച് കൂട്ടി ഇളക്കണം ഇനി എല്ലാം കൂടെ. അപ്പം കപ്പലണ്ടി, പൊട്ടുകടല, അതേപോലെ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ, അതും കൂടെ വറുത്തിട്ട് അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ഉപ്പും നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഇതിനകത്തോട്ടങ്ങ് തട്ടിയിട്ടിട്ട് ഇളക്കി ടിന്നിനകത്താക്കി വയ്ക്കാം. നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതെല്ലാം വളരെ ഈസിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. മിക്സറിൻ്റെയും മുറുക്കിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. നമ്മളെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി, അതുപോലെ പൊട്ടുകടല, നമ്മുടെ കോൺഫ്ലെക്സ്, മിക്സർ. അങ്ങനെ നമ്മുടെ സൂപ്പർ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പം കേക്കും റെഡിയായി, മിക്സ്ചറും റെഡിയായി. ഇനി കുറച്ച് മുറുക്കും കൂടെ ഉണ്ടാക്കണം. ഇനി മുറുക്കിലോട്ട് പോകാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുറുക്കിന് വേണ്ടിയിട്ട് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദ നന്നായിട്ട് ആവി കയറ്റിയതിന് ശേഷം വേണം മുറുക്കുണ്ടാക്കാനായിട്ട്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ മൈദ വെച്ച് മുറുക്കുണ്ടാക്കാൻ നോക്കിയാൽ മുറുക്ക് ഇറങ്ങി വരത്തില്ല കേട്ടോ, സേവനാഴിയിൽ നിന്ന്. അപ്പോൾ അത് ആവി കയറ്റിയിട്ട് വേണം. ഇത് തണുത്തതിന് ശേഷം ആ കട്ട ഉടച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്കത് അടച്ച് വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. കുക്കറിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വയ്ക്കാം. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വെച്ചിരുന്നാൽ ഇതിൻ്റെ പശയെല്ലാം മാറിക്കിട്ടും. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് തുറന്ന് വയ്ക്കാമേ. അപ്പോൾ ഈ ആവി വെള്ളം വീണേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് അങ്ങ് എടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ നമുക്ക് സേവനാഴിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പ്രയാസമായിരിക്കും. ഇതിങ്ങനെ അങ്ങോട്ട് തണുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളതിനകത്ത് മുളക് പൊടി, ഇച്ചിരി അരിമോദകം, അതുതന്നെ ഉപ്പ്, ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം, എള്ള് വേണ്ടിയവർക്ക് എള്ളിടാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് മുറുക്കുണ്ടാക്കാം. അതിന് നമുക്ക് തണുത്തതിന് ശേഷം കുഴച്ച് കൊണ്ടുവരാം. നമ്മൾ ആവി കയറ്റിയ മൈദ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ ആയിരിക്കും നമ്മൾ മൈദ തണുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ളതായ എള്ള് 1 സ്പൂൺ എടുക്കാം, 1 സ്പൂൺ മുളക് പൊടി, സ്വല്പം കായപ്പൊടി, പിന്നെ നെയ്യ്, അതല്ലെന്നുണ്ടെങ്കിൽ എണ്ണ എടുക്കാം. ചൂട് എണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ സ്വല്പം അരിമോദകം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നല്ല മൃദുവായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമുക്കിനെ കുഴച്ചെടുക്കാം. ഇത് പറഞ്ഞ ടൈം മാത്രമേ എടുക്കാവൂ. ഇത് ആവി കയറ്റുമ്പോൾ ഒരുപാട് നേരമായിട്ട് ആവി കയറ്റരുത്. അതുപോലെ തന്നെ ഒരുപാട് നേരം കുഴച്ചും വെച്ചേക്കരുത്. എപ്പോഴാണോ കുഴയ്ക്കുന്നത് അപ്പം തന്നെ നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന എണ്ണയിലോട്ട് ഇത് അലിഞ്ഞങ്ങ് ചേരും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ടപ്പയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മുറുക്കിനുള്ള മാവും നന്നായിട്ട് കുഴച്ച് വെച്ചു.
ഇനി ഉടനെ തന്നെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മുറുക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറുക്കും റെഡിയായി. മുറുക്കിൻ്റെ അച്ഛനും 3 ഹോൾസ് ഉണ്ടായതുകൊണ്ടേ നമുക്ക് മുറുക്ക് എന്നുള്ളതായ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ല. ഇനി നമ്മളിത് ഒടിച്ചെടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നും നമ്മൾ മിച്ചർ പൊടിച്ചതുപോലെ അങ്ങനെ ഇട്ടങ്ങ് പൊടിക്കാതെ കഷ്ണം നല്ലൊരു ഷേപ്പിൽ ഒടിച്ചെടുത്ത് നമുക്ക് ടിന്നിനകത്താക്കി വയ്ക്കാം. അപ്പം ഞാൻ ഇത്രയും ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കാം. അപ്പോൾ എനിക്കിനി ഒരു കുറച്ച് സാധനം കൂടെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഉണ്ടാക്കിയതെല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ. മുറുക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പം എന്താണ്, മൈദയൊക്കെ ആവി കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വയ്ക്കുക. പിന്നെ കുഴച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഒരുപാട് മയം കൂടിപ്പോയാൽ നമ്മുടെ എണ്ണയ്ക്കകത്ത് ഇതങ്ങ് പൊടിഞ്ഞു ചേരും മൈദ. അതുകൊണ്ടാണ് അതിന് തുടക്കത്തിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. വളരെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് മിക്സറൊക്കെ നല്ല അടിപൊളിയാണ്. കുറച്ച് സാധനം വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഈ ഐറ്റത്തിനൊക്കെ എത്ര രൂപ കൊടുത്താൽ വെക്കും. അപ്പോൾ ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ മെനക്കെട്ട് ക്ഷമയോടുകൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ താരത്തെ നമ്മളങ്ങ് മറന്നു പോയിരുന്നു കേട്ടോ എടുത്ത് വയ്ക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കിയ വൈനാണിത്. നല്ല അടിപൊളി സാധനമാണ്. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി സമയം പോയിട്ടില്ല. ഇനി ഉണ്ടാക്കേണ്ടവർക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി സാധനം കേട്ടോ. 3 ദിവസം കൊണ്ടാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ സാധനം, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ഐറ്റങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.